ചില ചിന്തകൾക്ക് ജീവനുണ്ടാകുമോ? 1994 ടെക്സസിലെ സലീനയിൽ കണ്ടെത്തിയ ആ രംഗം പോലീസിനെപ്പോലും മരവിപ്പിച്ചു. വർഷങ്ങളോളം മരിച്ച മകനുവേണ്ടി ജീവിച്ച ഒലിവിയ മേബൽ ഒടുവിൽ അവനെ തിരികെ കൊണ്ടുവരാൻ തുൾപ്പ എന്ന പുരാതന വിദ്യ ഉപയോഗിച്ചു. എന്നാൽ മകന്റെ രൂപത്തിൽ അവർ സൃഷ്ടിച്ച ആ പൈശാചിക രൂപം ഒടുവിൽ ആ അമ്മയുടെ ജീവനെടുത്തു. എന്നെ വിട്ടുപോവുക, നീ ദുഷ്ടനാണ് എന്ന് അവസാനമായി കുറിപ്പെഴുതിയ ഒലിവിയ മേബലിന്റെ ആ യഥാർത്ഥ ഭീകരകഥയിലേക്ക്. ഇത് ഒരു യഥാർത്ഥ സംഭവമായി പ്രചരിച്ച ഒരു ഭീകരകഥയാണ്. ദ സ്റ്റോറി ഓഫ് ഒലിവിയ മേബൽ. ടെക്സസിലെ സലീനയ്ക്ക് സമീപമുള്ള ഫൂട്ട്ലൈറ്റ്സ് റാഞ്ചിൽ ഭർത്താവ് ട്രാവിസിനും മകൻ എയ്ഡനുമൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു ഒലിവിയ മേബൽ. 1990 മാർച്ച് 13 7 വയസ്സുകാരനായ എയ്ഡൻ റാഞ്ചിലെ കുളത്തിൽ മുങ്ങിമരിച്ചു. ഈ ദുരന്തം ഒലിവിയയെ വല്ലാതെ തളർത്തി. ഒറ്റപ്പെടൽ. മകന്റെ മരണത്തെ തുടർന്ന് ഒലിവിയ കടുത്ത ദുഃഖത്തിലേക്ക് വീണു. സുഹൃത്തുക്കൾ, കുടുംബം, ജോലി, ഭർത്താവ്, ട്രാവിസ് എന്നിവരിൽ നിന്നെല്ലാം അവർ അകന്നു. ഒടുവിൽ ട്രാവിസ് വിവാഹബന്ധം വേർപെടുത്തി സ്ഥലം വിടുകയും ഒലിവിയ വീട്ടിൽ ഒറ്റപ്പെടുകയും ചെയ്തു. 1994 ഫെബ്രുവരി 27 റാഞ്ചിൽ നിന്ന് തുടർച്ചയായി നിശബ്ദമായ 911 കോളുകൾ വന്നതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. വീട് പൊടിപിടിച്ചതും അവഗണിക്കപ്പെട്ടതുമായി കാണപ്പെട്ടു. വീടിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എയ്ഡന്റെ മുറി മാത്രം വൃത്തിയാക്കി സൂക്ഷിച്ചിരുന്നു. ഈ മുറിയിൽ മകനായി ഒരു ബലിപീഠം, ആൾട്ടാർ ഉണ്ടാക്കിയതിന്റെ മുൻപിൽ ഒരു ഊഞ്ഞാൽക്കസേരയിൽ റോക്കിംഗ് ചെയർ ഇരിക്കുന്ന നിലയിൽ ഒലിവിയ മേബലിന്റെ ജീർണിച്ച ശരീരം പോലീസ് കണ്ടെത്തി. അവർ ഒരു കൈകൊണ്ട് നിർമ്മിച്ച പാവയെ മുറുകെ പിടിച്ചിരുന്നു. മാസങ്ങൾക്ക് മുൻപേ ഒലിവിയ മരിച്ചിരിക്കാമെന്നാണ് അധികൃതർ വിലയിരുത്തിയത്. ബലിപീഠത്തിൽ എയ്ഡനുള്ള കത്തുകളും നിർമ്മിക്കുക, കൺസ്ട്രക്ട് എന്നർത്ഥം വരുന്ന ടിബറ്റൻ, സംസ്കൃത വാക്കുകളും എഴുതിവെച്ചിരുന്നു. അവസാനത്തെ കത്ത് ഒലിവിയ എഴുതിയതെന്ന് കരുതുന്ന ഒരു കത്ത് കണ്ടെത്തി. അത് പോലീസ് എത്തിയ അതേ ദിവസത്തെ 1994 ഫെബ്രുവരി 27 തീയതി വെച്ചുള്ളതായിരുന്നു. അതിലെ ചില വരികൾ: എന്റെ എയ്ഡൻ, എന്നോട് ക്ഷമിക്കണം. ഞാനിതിങ്ങനെയൊന്നും ആക്കാൻ പാടില്ലായിരുന്നു. ഞാൻ പോവുകയാണ്. എന്നെ നിന്റെ കൂടെ നിർത്താൻ ഞാൻ അനുവദിക്കില്ല. നീയൊരു ദുഷ്ടനും പൈശാചികനുമായ ജീവിയാണ്. അമ്മ നിന്നെ തേടിവരും, എന്റെ മധുരമുള്ള എയ്ഡൻ. അമ്മ നിന്നെ സ്നേഹിക്കുന്നു. ടുൾപ്പ തിയറി. കഥ അനുസരിച്ച് ഒലിവിയ തന്റെ കടുത്ത ദുഃഖത്തിൽ മകന്റെ രൂപത്തിലുള്ള ഒരു തുൾപ്പ, ഒരാളുടെ ചിന്താശക്തി കൊണ്ടും ശ്രദ്ധ കൊണ്ടും സൃഷ്ടിക്കപ്പെടുന്ന ഒരു ചിന്താരൂപം, എൻറ്റിറ്റി സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ബലിപീഠത്തിലെ നിർമ്മിക്കുക എന്നർത്ഥമുള്ള വാക്കുകളും ദുരൂഹമായ അവസാന കത്തും ഈ സിദ്ധാന്തത്തിന് ബലം നൽകുന്നു. എന്നാൽ ഈ തുൾപ്പ ഒലിവിയയുടെ നിയന്ത്രണത്തിൽ നിന്ന് മാറി ഒടുവിൽ അവരെ കൊന്നുകളഞ്ഞുവെന്നും അഭ്യൂഹങ്ങളുണ്ട്. 1994 ആ സംഭവം ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. പോലീസ് ഫയലുകളിൽ ദുരൂഹമായ മരണം എന്ന് എഴുതിത്തള്ളപ്പെട്ടെങ്കിലും ആർക്കും ഉറപ്പില്ല. ഒലിവിയ മേബലിനെ കൊന്നത് അവരുടെ സ്വന്തം ദുഃഖമായിരുന്നോ, അതോ അവർ സ്വന്തം ചിന്താശക്തിയാൽ രൂപം നൽകിയ ആ ദുഷ്ടതുൾപ്പ, മകനുവേണ്ടി ജീവൻ കളഞ്ഞ ഒരമ്മയുടെ കഥ, അതോ ഭയം യാഥാർത്ഥ്യമായി മാറിയതിന്റെ ഭീകരമായ ഓർമ്മപ്പെടുത്തലോ? ഉത്തരം തേടുന്നവർക്ക് ഫൂട്ട്ലൈറ്റ്സ് റാഞ്ചിലെ നിശബ്ദമായ 911 കോളുകൾ ഇപ്പോഴും ഒരു ദുരൂഹതയായി നിലനിൽക്കുന്നു.